ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇതാണ് നമ്മുടെ പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതി. അങ്ങോട്ടേക്കുള്ള ചെറിയ വീഡിയോ ആണ് ഞാൻ നിന്ന് കാണിക്കുന്നത്. എല്ലാ എൻ്റെ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ പാലക്കാട് അത്യാവശ്യം ഒരു അടിപൊളി ഹിൽ സ്റ്റേഷനാണ് ഈ നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിയിൽ കാണാൻ ഒട്ടേറെ സ്ഥലങ്ങളുണ്ട്. കുറേയൊക്കെ ഞാൻ നേരത്തെ പോയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ പോവാത്ത ഒരു സ്ഥലത്തോട്ടാണ് പോണത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യണ 5 പേരുണ്ട്. പിന്നെ അവരുടെ 2 പിള്ളേർ. അങ്ങനെ അടിപൊളി ഒരു യാത്ര. ഇതിൽ നമ്മൾ 100 അടി അങ്ങനെ എന്തോണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയാണ് നമ്മളിപ്പോൾ പോണത്. അവിടെ നിന്ന് ഒരു ജീപ്പ് എടുത്തിട്ട് ഇങ്ങനെ കുറേ തേയിലത്തോട്ടമല്ല, ഈ പോണ ഭാഗത്ത് കൂടുതലും കാപ്പിത്തോട്ടങ്ങളാണുള്ളത്. അവിടെയൊക്കെ ഒന്ന് കാണാനായിട്ടാണ് പോണത്. ബൈക്കിലാണ് നമ്മളെല്ലാവരും പോകുന്നത്. അവിടെ ചെന്നിട്ടൊരു ജീപ്പുണ്ട്. അതിപ്പോൾ ഈ പ്രമോദ് ഏട്ടൻ്റെ എൻ്റെ കൂടെ, ആ ഏട്ടൻ്റെ ഫ്രണ്ടാണ് ജീപ്പുള്ള ആൾ. ആ ഏട്ടൻ്റെ കൂടെ നമ്മളിന്ന് കാട്ടിലോട്ട്, കാടെന്ന് വെച്ചാൽ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ, ആ എസ്റ്റേറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ്. ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആണ്. അത്യാവശ്യം തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. തിരക്ക് വരും. ഈ റോഡൊക്കെ എന്ന് വെച്ചാൽ ഈ വലിയ ബസ്സുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ ബ്ലോക്കാവും. ബൈക്കാണെന്നുണ്ടെങ്കിൽ തൽക്കാലമൊക്കെ നമുക്ക് തട്ടിമുട്ടിയൊക്കെ പോവാം. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങാനായിട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ ജീപ്പൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. വലത്തെ സൈഡിൽ തേയിലത്തോട്ടവും പിന്നെ കുന്നും, ഇടത്തെ സൈഡിൽ കാടെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ യൂക്കാലിപ്സ് മരങ്ങളൊക്കെ കാണുന്നുണ്ട്. അടിപൊളിയാണ്. ഇന്ന് തണുപ്പുണ്ട്, ചെറിയൊരു തണുപ്പടിക്കുന്നുണ്ട്. മഴയൊന്നുമില്ല. മഴയത്തുനിന്ന് നല്ല ഭംഗിയാണ് ഇവിടെ. പക്ഷെ മഴയത്തൊക്കെ ആൾക്കാർ പോകണമൊക്കെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് പോയി എങ്ങനെയാണെന്ന് ഞാൻ ഈ ഭാഗത്ത് പോയിട്ടില്ല ഇതുവരെ. അങ്ങനെ ഇങ്ങനെ ജീപ്പിലെടുത്ത് നമ്മൾ പോവുകയാണ്. ഞാൻ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇടത്തെ സൈഡിലും തേയിലത്തോട്ടം, വലത്തെ സൈഡിലും തേയിലത്തോട്ടം. അതിൻ്റെ നടുക്കൂടെയാണ് നമ്മളിങ്ങനെ പോണത്. ഇടയ്ക്കിടയ്ക്ക് ഈ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ആനകളൊക്കെ ഇറങ്ങാറുണ്ട്. ജീപ്പോട് ഇങ്ങനെ ഏട്ടൻ പറയാറുണ്ട്. ചിലപ്പം കാണാൻ പറ്റും, പക്ഷെ ഇടയ്ക്ക് വന്നു പോയി, അതുകൊണ്ട് ഇപ്പോൾ ഉടനെ കാണാൻ പറ്റില്ലെന്നൊക്കെയാണ് പറയണത്. എന്നാലും ആനയെ കാണണമെന്നില്ല, കൂടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നോക്കട്ടെ. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇതിൻ്റെ ആ ഉള്ളിൽ കൂടെ പോകുമ്പോൾ പിന്നെ എന്തൊക്കെയാണ് പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കാം. ഇത് ഈ പോണ സ്ഥലമെന്ന് വെച്ചാൽ പണ്ട് ഈ നെല്ലിയാമ്പതിയുള്ള ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെയാണ് താമസിച്ചിരുന്നത്. ഇപ്പം കൂടുതലും ഉള്ളിലോട്ട് താമസമില്ല. ഈ തൊഴിലാളികളുണ്ട് തോട്ടത്തിൽ പോണത്, തേയിലത്തോട്ടം കാപ്പിത്തോട്ടത്തിലൊക്കെ ജോലി എടുക്കണ തൊഴിലാളികൾ. ചെറിയ അംഗനവാടിയാണ്. ഇവിടെ കുറച്ച് പിള്ളേരുണ്ട്. ഇവിടുത്തെ ജോലി ചെയ്യണവരും പിന്നെ അല്ലാതെ കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇനി അങ്ങോട്ട് കാപ്പിത്തോട്ടങ്ങളാണ്. ആ കാപ്പിത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് ഫെൻസിങ് ഇട്ടൊക്കെയാണ് മൃഗങ്ങളൊക്കെ കയറാതിരിക്കും. ഈ കാണുന്നതൊക്കെ കാപ്പിയുടെ ഇതാണ്. അതായത് കാപ്പിക്കുരു അവർ പറിച്ചിട്ട് ശേഖരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം കാപ്പിത്തോട്ടങ്ങളാണ്. ഇത് ഈ കാണുന്നത് ഈ കാപ്പിയുടെ കുരു കൊണ്ടിട്ട് അവർ ഉണക്കണതാണ്. കുറേ ഉണ്ട് ഈ ഭാഗത്ത് കാപ്പി ഇങ്ങനെ ശേഖരിച്ചിട്ട് ഉണക്കണത്. ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ഇത്രയും വലിയ ഫെൻസിങ് ഇടുമ്പോൾ നിനക്ക് മനസ്സിലാക്കാം എന്തൊക്കെ രീതിയിലുള്ള വന്യമൃഗങ്ങളാണ് പറഞ്ഞിട്ടുണ്ടെന്ന്.
ഇതിലൂടെ പോകുമ്പം ജീപ്പ് ഓടിക്കുന്ന ഏട്ടൻ പറയുന്നുണ്ട്, പണ്ട് ഇവിടെ തോട്ടം തൊഴിലാളിയൊക്കെ ഉള്ളിലോട്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെന്ന്. പിന്നെ എല്ലാവരും താഴോട്ട് നെല്ലിയമ്പതിലോട്ട് ഇറങ്ങി. പണ്ട് ഈ ഉള്ളിലൊക്കെ ആയിരുന്നു. അപ്പം അവിടുത്തെ പണ്ട് അവർ താമസിക്കുന്ന വീടും പിന്നെ ഏതൊക്കെ ഓരോ അമ്പലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പം ഇല്ല, പൂജകളും ഇല്ല, പിന്നെ ആൾക്കാരും ഇല്ല. തോട്ടത്തിൽ പോകുന്ന ആൾക്കാർ മാത്രമുണ്ട്. ഉള്ളിൽ പിന്നെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരെ ഈ ജീപ്പിൽ ഇങ്ങനെ തോട്ടത്തിൽ കൊണ്ടുവിടും, പിന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടും. ഈ ഏട്ടനൊക്കെ ആ തൊഴിലാളികൾ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ ഈ വഴിയൊക്കെ നല്ലവണ്ണം അറിയാം. ഇവിടുന്ന് മരങ്ങളൊക്കെ എന്ത് ഭംഗിയെന്നറിയാൻ കാണാൻ, നല്ല രസമുണ്ട്. നമുക്ക് പറ്റിയ ഒന്ന് കാണണം. പിന്നെ അത്യാവശ്യം ഓഫ് റോഡുകളൊക്കെ ഉണ്ട്. പിന്നെ വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഏട്ടന് തന്നെ നല്ല പരിചയമുണ്ട്, അതുകൊണ്ട് അടിപൊളിയെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നെല്ലിയമ്പതിലേക്ക് വന്ന് ജീപ്പിലൊക്കെ കയറി ഒരു അടിപൊളി സ്ഥലത്തൊക്കെയാണ് വന്നേക്കണത്. ഈ സ്ഥലം പേരെനിക്കറിയില്ല. എങ്ങനെ വന്ന് എസ്റ്റേറ്റൊക്കെ താഴെ കാണുന്നുണ്ട്. എസ്റ്റേറ്റൊക്കെ എൻ്റെ കൂടെ വന്നവരൊക്കെ ഇങ്ങനെ ജീപ്പിൽ വന്ന് കുറച്ച് നേരം ജീപ്പിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടേ പിന്നെ അവരിങ്ങനെ ചെറിയ റെസ്റ്റൊക്കെ എടുത്തിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ള ചേട്ടന്മാർ, സുമേഷ് ചേട്ടൻ, പ്രമോദ് ചേട്ടൻ, ഈ ഏട്ടനാണ് പ്രഭു ഏട്ടൻ. നമ്മൾ ജീപ്പിൽ കൊണ്ടുവന്ന ഏട്ടൻ ഇതാണ്. എന്റെ പേര് പറഞ്ഞില്ല, പ്രമോദ്. ശരിക്കും വ്ലോഗാക്കി ഇടുവോ? പ്രമോദേട്ടൻ്റെ മോൻ സുമേഷ് ചേട്ടൻ്റെ മോൻ, അങ്ങനെ എപ്പോഴും ഫോണിലാണ്. ഇത് നെല്ലിയമ്പതിയിലെ എസ്റ്റേറ്റിൻ്റെ അകത്താണ്. ഇവിടെ കുറച്ച് തൊഴിലാളികളൊക്കെ ഉണ്ട്, കാപ്പിയുടെ കൃഷി അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവരുടെയൊക്കെ വീടുകളാണ് അങ്ങോട്ട് കാണുന്നത്. അങ്ങോട്ടൊന്നും ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് വരാം, പക്ഷേ പെർമിഷൻ എടുത്തിട്ട് വരണം. പെർമിഷൻ എടുക്കാതെ ആരും ഇങ്ങോട്ട് വരണ്ട. പോട്ടെ, ഉച്ചയായി, വിശക്കണു, കഴിക്കണം. എല്ലാവരും വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങോട്ട് എന്തൊക്കെ കാണിക്കാൻ നോക്കും. മരത്തിൽ വലിയൊരു പൊത്തുണ്ട്. സുമേഷൻ്റെ മോനെ എടുത്ത് ആ പൊത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം മണി ഏകദേശം 2-2:30 കഴിഞ്ഞു. പയ്യെ ഇറങ്ങാമെന്ന് വെച്ചു, കാരണം എല്ലാവർക്കും വിശക്കണുണ്ട്. പിള്ളേരും കൂടെ ഉള്ളതല്ലേ. ചെറിയ ബിസ്ക്കറ്റ് ഇതൊക്കെ ഉണ്ട് കയ്യിൽ, എന്നാലും കഴിക്കണമെന്ന് നമ്മൾ ഇച്ചിരി പോകണം. ഒരു 1-1.5 മണിക്കൂർ ഈ കാട്ടിക്കൂടെ പോയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുകയുള്ളൂ. അങ്ങനെ ഈ ഏട്ടനും നമ്മളായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. ഏട്ടൻ പിന്നെ അടിപൊളിയാണ്, ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നല്ല രസമാണ് ഉള്ളിലിരുന്ന് നോക്കാനൊക്കെ. കുറച്ചും കൂടെ നിൽക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഫുഡ് നമ്മൾ കൊണ്ടുവന്നാലും വേസ്റ്റൊന്നും ഇടാൻ പാടില്ല, നമ്മൾ തിരിച്ച് കൊണ്ടുപോവുകയും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങോട്ട് വരാം. പിന്നെ ഈ ഏട്ടനും പിന്നെ കൂടുതൽ നിൽക്കാം. ഈ ഏട്ടനും ഈ തൊഴിലാളികളെ ഇങ്ങനെ കാപ്പിത്തോട്ടത്തിൽ നിന്ന് തേയിലത്തോട്ടത്തിൽ നിന്ന് എടുക്കാൻ പോകുന്നതാണ്. പിന്നെ നമ്മളെ കൊണ്ടാക്കിയിട്ട് വേണം ഏട്ടൻ അതിന് പോകാനായിട്ട്. അങ്ങനെ നമ്മളെല്ലാം തിരിച്ചിറങ്ങുന്നുണ്ട്. നല്ല പ്രായമുള്ള മരങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തുമാത്രം ആൾക്കാരെ കണ്ട മരങ്ങളായിരിക്കും ഇതൊക്കെ. പിന്നെ തണുപ്പൊക്കെ അടിക്കുന്നുണ്ട് നല്ലവണ്ണം. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പറ്റിയാൽ നിങ്ങൾ വരണം ഇവിടെയൊക്കെ.
പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കൊടും കാടാണ്. അല്ല, ഇതൊരു പഴയ അമ്പലമാണ്. ഇവിടെ പൂജ അങ്ങനെയൊന്നും ഇല്ല, ഗണപതി ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മൾ ഏകദേശം കുറച്ചിങ്ങ് വന്നു. ഈ പുഴയുടെ കുറേ അങ്ങ് പോകുമ്പോൾ ഒരു തൂക്കുപാലൊക്കെ കാണാം. അങ്ങോട്ടൊക്കെ ഏകദേശം എല്ലാവരും പൊയ്ക്കാണ്. ആ ലെഫ്റ്റ്, അത് ഇടത്തെ സൈഡ് റോഡ് പോകുന്നുണ്ട്. ആ വഴിയാണ് ആൾക്കാർ പോകുന്നത്, ആ തൂക്കുപാലത്തിലോട്ട്. നമ്മൾ ഈ വഴി ചെന്നിട്ട് ഇപ്പോൾ ആ റോട്ടിൽ പോയി കയറും. ചില സമയത്ത് ഈ ഭാഗത്ത് വന്നാൽ നമ്മളെ മറ്റേ വേഴാമ്പലിനൊക്കെ കാണാം. വലിയ നല്ല രസമുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാണുന്നുണ്ട് കുറേ വണ്ടികളൊക്കെ പോണത്. അവരൊക്കെ ആ തൂക്കുപാലത്തിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് പറഞ്ഞതാണ്. നമ്മളല്ല ഈ കാണുന്ന അവിടെ നിന്ന് ലെഫ്റ്റ് കട്ടടിച്ച് കയറും. എല്ലാവർക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടുമെന്നല്ല, കാരണം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. നല്ല തിരക്ക് നമ്മൾ കാണുന്നുണ്ട്. അത്യാവശ്യം തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ റോഡ് കണ്ടില്ലേ, ഇത് ഒരു ട്രാവലർ നേരെ വന്നാലും മതി, നമുക്ക് പോകാൻ പാടാണ്. ഇങ്ങനെ പയ്യെ നമ്മളെല്ലാം പോയിട്ടുണ്ട്. ആ ഭാഗത്തൊരു അമ്പലമൊക്കെ ഉണ്ട്, ചെറിയ ഒരു അമ്പലമാണ്. ഇവിടെയും തേയിലത്തോട്ടമാണ്. അതാ ഒരു ലോറി മണലിറക്കിയതാണെന്ന് തോന്നുന്നു, താന്ന് നിൽപ്പുണ്ട്. പിന്നെ ഈ അമ്പലത്തിൽ മാർച്ച് മാസത്തിലാണെന്ന് തോന്നുന്നു. രാത്രി വെച്ചാൽ രാവിലെ 4 മണിക്കൊക്കെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ കനലാട്ടമൊക്കെ പോലെ. പിന്നെ അതായത് സ്ത്രീ പുരുഷന്മാർ വേർതിരിവില്ലാതെ മറ്റേ കണ്ണിൽ കൂടെ മറ്റേ തലയിൽ കുടമൊക്കെ വെച്ച് വേപ്പിലൊക്കെ പിടിച്ചിട്ട് തീ കൂടെ ഭഗവാനൊക്കെ ചുറ്റും. രാവിലെ പോകും. ഇവിടെ രാവിലെ 3 മണിക്ക് ഇവിടെ എതിർ പുഴ ഉണ്ടാവും. ആ കണ്ടില്ലേ പുഴ, ആ പുഴയിൽ പോയി മുങ്ങിയിട്ട് നേരെ ഈ അമ്പലത്തിൽ വന്ന് ഈ തീ കൂടെ ചുറ്റി ഭഗവാനൊക്കെ തൊടും. ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്, ഈ മാസം മാർച്ചിലാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് ഇനി ഫുള്ള് പച്ചപ്പ് തന്നെയാണ്, തേയിലത്തോട്ടവും നല്ല ഭംഗിയാണ്. ഈ മഞ്ഞുള്ള സമയത്തില്ലേ, രാവിലെ വൈകിട്ടൊക്കെ നല്ല ഭംഗിയെന്ന് പറയണം കാണാൻ. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഭാഗമൊക്കെ ഒന്ന് വന്ന് കാണണം കേട്ടോ എല്ലാവരും. ഇവിടെ ജീപ്പ് സവാരി ഏകദേശം തയ്യാറായി. ഇനി ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. ഇവിടെ ഇനിയൊരു ആയുർവേദ ഹോസ്പിറ്റലും ഒരു ഹയർ സെക്കൻഡറി സ്കൂള്, പോലീസ് സ്റ്റേഷനൊക്കെ, ഈ നെല്ലിയമ്പതി പോലീസ് സ്റ്റേഷനൊക്കെ ഈ ഭാഗത്താണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി. പോലീസുകാരൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സഹായമൊക്കെ ചെയ്തു തരുന്നതാണ്. ഇന്നിവിടെ കുറച്ച് വനദേവത ക്ഷേത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടുത്തെ പണ്ടുള്ള ആൾക്കാരും നിലവിലുള്ളവരൊക്കെ പണ്ടേ പൂജിച്ച് വന്നതാണെന്ന് തോന്നുന്നു. ഈ കാണുന്നതൊക്കെ അതിൽപ്പെട്ടതാണ്. പിന്നെ നല്ല ഓർമ്മകളും കാണാൻ നല്ല കുളിർമയൊക്കെ നൽകി നെല്ലിയാമ്പതിയിൽ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത് നല്ല തിരക്കുണ്ട് ഹോട്ടലിലൊക്കെ. അപ്പം താഴെ പോയി കഴിഞ്ഞാൽ പോത്തുണ്ടി ഡാമിൻ്റെ ഭാഗത്തൊക്കെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അവിടെ നിന്നാണ് കഴിക്കാൻ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്താൽ നല്ല സമയം എടുക്കുന്നുണ്ട്. താഴെ പോയി ഫുഡ് കഴിക്കാൻ നിൽക്കണം. വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം, നല്ലത് വരട്ടെ. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ആൾ. ബൈ ബൈ.